എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സിനോണിമുമായിട്ട് ബന്ധപ്പെട്ട് 2024-ലും 2023-ലൊക്കെ ചോദിച്ചിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള PSCയിലൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പ്രീവിയസ് ആയിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമെന്ന രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഈ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന ഓരോന്നും അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതായതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്ക് നിർണായകമാണ് ഈ ഓരോ കാര്യങ്ങളും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്യുഐവ് എന്നതിൻ്റെ സിനോണിം എന്തെന്നാണ് പരിചയപ്പെടുന്നത്. ക്യുഐവ് എന്നതിൻ്റെ സിനോണിം എന്തെന്നാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കാവൽക്കാരൻ എപ്പോഴും ക്യുഐവ് ആയിരിക്കണം, അതായത് അലേർട്ട് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തായിരുന്നു? അലേർട്ട് എന്നാണ് ഓപ്ഷനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാവൽക്കാരൻ എപ്പോഴും ക്യുഐവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാവൽക്കാരൻ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. അപ്പോൾ ക്യുഐവ് എന്നതിൻ്റെ സിനോണിം എന്താണ്? അലേർട്ട് എന്നാണ്. എ ഗാർഡ് ഷുഡ് ഓൾവേസ് ബി ക്യുഐവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും എന്തായിരിക്കണം? അലേർട്ട് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ക്യുഐവ് എന്നതാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് അലേർട്ട് ആണ്. അപ്പോൾ ക്യുഐവ് എന്നതിൻ്റെ മീനിങ് എന്താണ്? അലേർട്ട് എന്നാണ് ക്യുഐവ് എന്നതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ വേർഡ് നമ്മൾ പരിചയപ്പെട്ടു, ക്യുഐവ്. അതിൻ്റെ മീനിങ് എന്താണ്? അലേർട്ട് എന്നാണ്. ഇത് നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. അടുത്തത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് ആയിരുന്നു നൽകിയിരുന്നത്. വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇവിടെ നമ്മൾ ആ ഒരു അണ്ടർലൈൻ ചെയ്തു വെച്ച സെഡൻഡറി എന്നതിൻ്റെ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സെഡൻഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അവിടെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. കൂടുതൽ സമയം കസേരയിൽ നിന്ന് ജോലി ചെയ്യുന്നവർ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നയിക്കുന്നത്, അതായത് ഇനാക്റ്റീവ് ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെഡൻഡറി എന്നതിൻ്റെ സിനോണിം നൽകിയിട്ടുണ്ടായിരുന്നത് എന്താണ്? ഇനാക്റ്റീവ് എന്നാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെഡൻഡറി എന്നതിൻ്റെ മീനിങ് എന്താണ്? ഇനാക്റ്റീവ് എന്നാണ്. എന്താണ്? സെഡൻഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു? വിത്തൗട്ട് സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്? ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സെഡൻഡറി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇനാക്റ്റീവ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇനാക്റ്റീവ് എന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നു, പീപ്പിൾ ഹു സിറ്റ് ആൻഡ് വർക്ക് ഫോർ ലോങ് ഹവേഴ്സ് ലീഡ് എ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് സെഡൻഡറി എന്നാണ് നൽകിയത്, ഉത്തരമായിട്ട് കൊടുത്തത് ഇനാക്റ്റീവ് എന്നാണ് കൊടുത്തത്. ഓർത്തിരിക്കുക, ഇനാക്റ്റീവ് എന്നത് സെഡൻഡറി ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ടേമുകളാണ് പഠിച്ചത്, രണ്ട് ചോദ്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ക്യുഐവ് നമ്മൾ പഠിച്ചു. ക്യുഐവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? അലേർട്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് സെഡൻഡറി എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണെന്ന് പഠിക്കുക. ഇനി അടുത്ത റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ എന്നതിൻ്റെ സിനോണിം എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കിൻ എന്നതിൻ്റെ സിനോണിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും അക്കിനാണ്, അതായത് സിമിലർ ആണ്. അപ്പോൾ അക്കിൻ എന്നതിൻ്റെ സിനോണിമായിട്ട് അന്ന് കൊടുത്തത് എന്താണ്? സിമിലർ എന്നാണ് കൊടുത്തത്. ഈ രണ്ട് പുസ്തകങ്ങളും എന്താണ്? അക്കിൻ ആണ്, അതായത് സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അക്കിൻ കാണുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, അക്കിൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സിമിലർ എന്നതാണ് അർത്ഥമായിട്ട് വരേണ്ടത്. ദീസ് ടു ബുക്സ് ആർ അക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ എന്നാണ് അർത്ഥമായിട്ട്. അപ്പോൾ അക്കിൻ എന്നതിൻ്റെ സിനോണിം ഓർത്തിരിക്കുക, സിമിലർ എന്നാണ് അക്കിൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സീസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് സ്പെൽ ചെക്കിലും ചോദിക്കാറുണ്ട്. SEIZD എന്നതാണ് സീസ്. എന്താണ്? SEIZE. ഇത് സ്പെൽ ചെക്കിലും ചോദിക്കാറുള്ള ഒരു വേർഡാണ് സീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം നോക്കാം. പോലീസ് കള്ളനെ സീസ് ചെയ്തു, അതായത് ക്യാച്ച് ചെയ്തു. പോലീസ് കള്ളനെ പിടിച്ചു എന്നൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാച്ച് എന്നതാണ് സീസ് എന്നതിൻ്റെ സിനോണിം. അപ്പോൾ ക്യാച്ച് എന്നതാണ് സീസ് എന്നതിൻ്റെ സിനോണിം ആയിട്ട് വരേണ്ടത്. അപ്പോൾ സീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാച്ച് എന്നാണ്, പിടിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ദ പോലീസ് സീസ്ഡ് ദ തീഫ്. അപ്പോൾ സീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാച്ച് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യവും
ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ എന്നാണ് പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഫ്രജൈലിന്റെ അർത്ഥം ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് വളരെ ഫ്രജൈലാണ്. നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ, അത് വളരെ ഫ്രജൈലാണ് എന്ന് വെച്ചാൽ എന്താണ്? ഫീബിൾ ആണ്. അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നത് എന്താണ്? ഫീബിൾ എന്നാണ് അവിടെ നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഫീബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീക്കാണ്. ഗ്ലാസ് വളരെ വീക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഫീബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീക്ക് ആണ് അർത്ഥമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഫ്രജൈൽ എന്നതിൻ്റെ സിനോണിയമാണ് ഫീബിൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് വീക്ക് എന്ന് തരാം. അതേപോലെ തന്നെ ഈ ഫീബിൾ എന്നതിൻ്റെ ആന്റോണിയം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ? വീക്കാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആന്റോണിയം എടുക്കാൻ പറ്റും. എന്താണ്? സ്ട്രോങ് ആണെന്ന കാര്യം ഓർത്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ആന്റോണിയം എന്ന് പറയുന്ന ഭാഗത്ത് ഫീബിളിൻ്റെ ആന്റോണിയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരുന്ന സ്ട്രോങ് ആണ്. അപ്പോൾ ഫീബിൾ എന്നതിൻ്റെ അർത്ഥം വീക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് പോയിട്ട് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫ്രജൈൽ എന്ന് പറയുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഫ്രജൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫീബിൾ അല്ലെങ്കിൽ സ്ട്രോങ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ വീക്കാണ്. ഫ്രജൈൽ എന്നതിൻ്റെ ആന്റോണിയം ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിയം എന്താണ്? വീക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് എന്താണ്? വീക്കാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എ ഹെൽത്ത് വാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഫ്രജൈൽ എന്ന് പറയുന്നതിൻ്റെ സിനോണിയം എന്താണ്? ഫീബിൾ ആണ്. ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കാണ്. അതിൻ്റെ ആന്റോണിയമാണ് എന്ത്? സ്ട്രോങ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തിലേക്ക് വരാം. ഗ്ലാസ് ഈസ് വെരി ഫ്രജൈൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫീബിൾ. ഇനി അടുത്തത് സിനോണിം ഓഫ് ദി വേർഡ് അബ്ഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ സിനോമിൻ എന്താണെന്നാണ്. ഇത് പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ സിമ്പിളായി കൊടുത്തിട്ടുണ്ട്. കള്ളൻ കുട്ടിയെ അബ്ഡക്റ്റ് ചെയ്തു, അതായത് കിഡ്നാപ്പ് ചെയ്തു. അബ്ഡക്റ്റ്, കിഡ്നാപ്പ് നമുക്ക് ആ പറയുമ്പോൾ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അബ്ഡക്റ്റ്, കിഡ്നാപ്പ്. അപ്പോൾ ഇവിടെ എന്താണ്? അബ്ഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കിഡ്നാപ്പ് എന്നാണ് അർത്ഥം വരുന്നത്. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നാപ്പ് എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ദ തീവ്സ് അബ്ഡക്റ്റഡ് ദ ചൈൽഡ്. കിഡ്നാപ്പ് ചെയ്തു എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. അടുത്ത് നോക്കാം, മസ്റ്റർ എന്ന് പറയുമ്പോൾ ഗാദർ ആണ്. മസ്റ്റർ ഗാദർ. ഇവിടെ നോക്കാം, ടീച്ചർ കുട്ടികളെ ഒരുമിച്ച് മസ്റ്റർ ചെയ്തു, അതായത് ഗാദർ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ടീച്ചർ മസ്റ്റേർഡ് ദ ചിൽഡ്രൻ ടുഗദർ എന്നാണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഗാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടിച്ചേർക്കുക, ശേഖരിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ കുട്ടികളെ എന്താണ്? ഒരുമിച്ച് കൂട്ടി. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കൂട്ടിച്ചേർക്കുക, ശേഖരിക്കുക, ഒരുമിച്ച് കൂട്ടുക എന്നൊരു മീനിങ് ആണ് എന്തിനു വരുന്നത്? ഗാദർ എന്നത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിക്കുക, മസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സിനോണിം എന്താണ്? അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഗാദർ എന്നാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പം മസ്റ്റർ എന്നതിന്റെ സിനോണിം ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഗാദർ. അതിന്റെ അർത്ഥം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നോക്കാം, ഗാദർ ദ ചിൽഡ്രൻ ഫോർ ദ സ്റ്റോറി. കുട്ടികളെ കഥ കേൾക്കാനായിട്ട് ഒരുമിച്ച് കൂട്ടുക. അത് എന്താണ്? അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നതാണ്. അപ്പൊ ഗാദർ, മസ്റ്റർ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ദ സിനോണിം ഓഫ് ദ വേർഡ് ബെയ്റ്റ് എന്നതിന് ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇര എന്നൊരു അർത്ഥമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മീനിങ്, അതായത് അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്ന അലൂർ എന്ന് പറയുന്ന ഒരു മീനാണ് അലൂർ. അപ്പോൾ ബെയ്റ്റ് എന്നതിൻ്റെ സിനോണിമായിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് എന്താണ്? അലൂർ എന്നാണ്. അലൂർ എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുക, മോഹിപ്പിക്കുക, കെണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുക എന്നതൊക്കെയാണ് ഈ അലൂർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ബെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന മീനിനെയൊക്കെ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ ഇര കൊളുത്തിയിടൂലേ, അപ്പോൾ അത് കൊളുത്തിയിട്ട് എന്ത് ചെയ്യും? അതിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്താണ്? കെണിയിൽ വീഴ്ത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇര എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു സിനോണിം എന്താണെന്ന് വെച്ചാൽ അലൂർ എന്നാണ്. ഓർത്തിരിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? പ്രലോഭിപ്പിക്കുക, മോഹിപ്പിക്കുക, കെണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുക എന്നൊക്കെയാണ് അലൂർ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ, ഹി പുട്ട് ദ വോം ഓൺ ദ ഹുക്ക് അറ്റ് ബെയ്റ്റ്. അവൻ ചൂണ്ടയിൽ എന്താണ്? പുഴുവിനെ ഇരയായി വെച്ചു. ബെയ്റ്റിന്റെ ഒരു മീനിങ് എന്താണ്? ഇര എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ ദ അഡ്വർടൈസ്മെന്റ് വാസ് ഡിസൈൻ ടു ബെയ്റ്റ് കസ്റ്റമേഴ്സ് ഇൻ ടു ബൈയിങ് ദ പ്രോഡക്റ്റ്. പരസ്യം ഉപഭോക്താക്കളെ ഉൽപ്പന്നം വാങ്ങാൻ പ്രലോഭിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് എന്നൊരു രീതിയിൽ പ്രലോഭിപ്പിക്കുക എന്നൊരു മീനിങ്ങും എന്തിനുണ്ട്? അലൂറിനുണ്ട്, അല്ലെങ്കിൽ ബെയ്റ്റിനുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബെയ്റ്റ്, ഇര എന്നൊരു മീനിങ് ഉണ്ട്. PSCക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? അലൂർ എന്നാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. PSCക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? അലൂർ എന്നാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബെയ്റ്റ്, അലൂർ എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, വി വാർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടമറിറ്റി എന്ന് പറയുന്നതിൻ്റെ സിനോണിമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നു, അവൻ്റെ ടമറിറ്റി കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അതായത് അവൻ്റെ റാഷ്നസ് കണ്ട്. റാഷ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടമറിറ്റി എന്നതിൻ്റെ മീനിങ് അന്ന് സിനോണിയുമായിട്ട് വന്നിരിക്കുന്നതാണ് റാഷ്നസ് എന്നതാണ് അവിടെ എന്താണ് മീനിങ് ആയിട്ട് വന്നത്. ടമറിറ്റി എന്നതിൻ്റെ മീനിങ് എന്താണ്? റാഷ്നസ് എന്നതാണ്
അതിൻ്റെ മീനിങ് കെയർലെസ്, ശ്രദ്ധയില്ലായ്മ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കത് അർത്ഥമായിട്ട് എടുക്കാം. ഇവിടെ ഓപ്ഷനിൽ കെയർഫുൾ എന്നൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ പോയിട്ട് അത് കർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ഓർത്തിരിക്കുക, ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ കെയർലെസ് എന്നതാണ് ടെമറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ റാഷ്നെസ് എന്നതാണ് അന്ന് ഓപ്ഷനിലുണ്ടായിരുന്ന അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ വി വർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി മീനിങ് ഹിസ് റാഷ്നെസ്. ധൈര്യം കൂടുതൽ, അതിധൈര്യം, ധിക്കാരം, എടുത്തിയാട്ടം, അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് എന്തിനു വരുന്നത്, ഈ പറയുന്ന ടമറിറ്റിക്ക് വരുന്നത്. അപ്പോൾ ടമറിറ്റി റാഷ്നെസ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഡാഷ് മീൻസ് ആൻ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ്. അടിപിടി കൂടാനുള്ള ഒരു പ്രവണതയെ പറയുന്നത് എന്താണ്? അഗ്രഷൻ എന്നതാണ്. അപ്പോൾ ഇതാണ് എന്ത്? അഗ്രഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഡാഷ് മീൻസ് ആൻ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ്. അടിപിടി കൂടാനുള്ള ഒരു പ്രവണതയെ പറയുന്നത് എന്താണ്? അഗ്രഷൻ എന്നാണ്. അഗ്രഷൻ എന്നാൽ ദേഷ്യത്തോടെ പോരാടാനുള്ള ഒരു തോന്നലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അഗ്രഷൻ മീൻസ് ആൻ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ് ആംഗ്രലി. അതിനാണ് എന്ത്? അഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ വിയറി. വിയറി എന്നതിൻ്റെ സിനോണിം എന്തെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കൂടുതൽ സമയം ജോലി ചെയ്താൽ നമ്മൾ വിയറി ആകും, അതായത് ടയേർഡ് ആകും. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ TRIED എന്ന് കൊടുത്തു, ട്രൈഡ് എന്നൊക്കെ കൊടുത്തു. അതായത് നമ്മളെ ടയേർഡാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ അറിയാതെ പോയിട്ട് കറപ്പിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ് ട്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് 4 ഓപ്ഷൻ നമ്മൾ പോയിട്ട് കറപ്പിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ്? ടയേർഡ് ആവുക, ക്ഷീണിതനാവുക. കൂടുതൽ സമയം നമ്മൾ ജോലി ചെയ്താൽ വിയറി ആകും, അതായത് ടയേർഡ് ആകും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വിയറി എന്നതിൻ്റെ സിനോണിം എന്താണ്? ടയേർഡ് എന്നാണ്. ഇഫ് യു വർക്ക് ഫോർ എ ലോങ് ടൈം വി ബിക്കം വിയറി മീനിങ് ടയേർഡ്. അപ്പോൾ വിയറി എന്നതിൻ്റെ സിനോണിം നമുക്ക് എല്ലാവർക്കും അറിയാം, ടയേർഡ് എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിനോണിം. ക്ലംബ്. ക്ലംബ് എന്നതിൻ്റെ മീനിങ് എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, മരങ്ങൾ ഒരു ക്ലംബായി വളർന്നു, അതായത് ഒരു തിക്കറ്റ് ആയിട്ട് വളർന്നു എന്നാണ്. അതായത് തിങ്ങി പാർക്കുക എന്നൊരു മീനിങ് ആണ്. അല്ല, മരങ്ങൾ ഇങ്ങനെ തിങ്ങി പാർക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തിക്കറ്റ് അല്ലെങ്കിൽ ക്ലംബ് എന്ന് പറയുന്നത്. ദ ട്രീസ് ഗ്രൂ ഇൻ എ ക്ലംബ് മീനിങ് ഇൻ എ തിക്കറ്റ് എന്നാണ് അതിന്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് എന്താണ് ക്ലംബ് എന്ന് ചോദിച്ചു, ഓപ്ഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? തിക്കറ്റ് എന്നായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി പാർത്ത് നിൽക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ ക്ലംബ് അല്ലെങ്കിൽ തിക്കറ്റ്. ഡെൻസ് ഫോറസ്റ്റ് എന്നൊക്കെ കേട്ടില്ലേ, ഡെൻസ് ഫോറസ്റ്റ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തിക്കറ്റ് അല്ലെങ്കിൽ ക്ലംബ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. പിക്ക് ദ സിനോണിം ഓഫ് ഡിലിജൻസ് ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഡിലിജൻസ് എന്നതിൻ്റെ സിനോണിം എന്തെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡിലിജൻസ് ഉണ്ടെങ്കിൽ ഏത് കാര്യവും നന്നായി ചെയ്യാം, അതായത് അസിഡിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എന്നാണ്. ആക്റ്റീവ് എന്നാണ് ഡിലിജൻസ് എന്നതിൻ്റെ അർത്ഥം വരുന്നത്. അവിടെ സിനോണിമായിട്ട് കൊടുത്തത് എന്താണെന്നോ? അസിഡിറ്റി എന്നാണ്. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് എന്തും വരാം, അസിഡിറ്റി വരാം, ആക്റ്റീവും വരാം, അല്ലെങ്കിൽ ആക്റ്റീവ് ഡിലിജൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റോണിയം എന്തായിരിക്കും? അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡിലിജൻസ് എന്നതിൻ്റെ ആൻറ്റോണിയം ചോദിച്ചിട്ടുണ്ട്. ഐഡിൽ എന്ന് വരാം, ഐഡിൽ എന്നും വരാം, അല്ലെങ്കിൽ ഇനാക്റ്റീവ് എന്നും വരാം, ഇനാക്റ്റീവ് എന്നും പറയാം. ആക്റ്റീവിൻ്റെ ആൻറ്റോണിയമാണ് എന്ത്? ഇനാക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിലിജൻസ് എന്നതിൻ്റെ ആൻറ്റോണിയമാണ് എന്ത്? ഇനാക്റ്റീവ് അല്ലെങ്കിൽ ഐഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ്. ആക്റ്റീവിൻ്റെ അർത്ഥം വരുന്നതാണ് എന്ത്? അസിഡിറ്റി. അപ്പോൾ പരീക്ഷയ്ക്ക് അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നത് എന്താണ്? അസിഡിറ്റി ആണ്. അപ്പോൾ ഡിലിജൻസ്, ആക്റ്റീവ്, അസിഡിറ്റി, ഇത് ഓർത്തിരിക്കുക. ഇഫ് യു ഹാവ് ഡിലിജൻസ് യു ക്യാൻ ഡു എനി ടാസ്ക് വെൽ മീനിങ് ഇഫ് യു ഹാവ് അസിഡിറ്റി എന്നാണ്. ഇനി അടുത്തത് ഗീവ് ദ സിനോണിം ഓഫ് ഫ്യൂഗേഷ്യസ്. ഫ്യൂഗേഷ്യസ് എന്നതിൻ്റെ സിനോണിം സന്തോഷം ഫ്യൂഗേഷ്യസ് ആണ്, അതായത് എഫീമറൽ, മൊമെന്ററി ആണ്, പെട്ടെന്ന് മാഞ്ഞു പോകും എന്നാണ് ഈ പറയുന്ന എഫീമറൽ. അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് നിമിഷ നേരം നിലനിൽക്കും. നമ്മൾ ഒറ്റപ്പദമായിട്ട് പഠിക്കാറുണ്ട് അല്ലേ, എന്താണ്? നൈമിഷികം എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ്? നൈമിഷികം. മലയാളത്തിൽ വരാറുണ്ട് നൈമിഷികം. എന്താണ്? നിമിഷ നേരം മാത്രം നിലനിൽക്കുന്നത്. ആ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്, എഫിമറൽ എന്ന് വരുന്നത്. അതാണ് ഇത് ഫ്യൂഗേഷ്യസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഫ്യൂഗേഷ്യസ് തന്നു, അവിടെ ഓപ്ഷനിൽ എഫിമറൽ ഉണ്ടായിരുന്നു. മറ്റൊരു പരീക്ഷയ്ക്ക് മൊമെന്ററി എന്നും ഓപ്ഷനിൽ തരാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, എഫിമറൽ എന്ന് പറഞ്ഞാലും മൊമെന്ററി എന്ന് പറഞ്ഞാലും എന്താണ്? നിമിഷ നേരം മാത്രം നിലനിൽക്കുന്നതാണ്. അതായത് സന്തോഷം എന്ന് പറയുന്നത് ഫ്യൂഗേഷ്യസ് ആണ്, അത് എഫിമറൽ ആണ് അല്ലെങ്കിൽ മൊമെന്ററി ആണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാഞ്ഞു പോകും, നൈമിഷികമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഹാപ്പിനെസ് ഈസ് ഫ്യൂഗേഷ്യസ് മീനിങ് എഫിമറൽ, ഇറ്റ് ഡിസപ്പിയർ ക്വിക്ക്ലി. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഫ്യൂഗേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിമറൽ, മൊമെന്ററി, മലയാളത്തിൽ പറഞ്ഞാൽ നിമിഷ നേരം മാത്രം നിലനിൽക്കുക അല്ലെങ്കിൽ നൈമിഷികം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് റിപ്പീറ്റാണ്, ഓർത്തിരിക്കണേ. ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഒസ്റ്റൻസിബിളി.
ഇതാ അടുത്തതായിട്ട് ചോദിച്ചത് ഒസ്റ്റൻസിബിളി എന്നതിൻ്റെ സിനോണിം എന്തെന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ അർത്ഥം വരുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ അർത്ഥം വരുന്നത് ഒസ്റ്റൻസിബിളി അവൻ സന്തോഷവാനാണ്, എന്നാൽ ദുഃഖമുണ്ട്. അതായത് അപ്പാരൻ്റ്ലി സന്തോഷവാനാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒസ്റ്റൻസിബിളി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ എന്ന് നമ്മൾ പറയില്ല. അതായത് ഒസ്റ്റൻസിബിളി അവൻ സന്തോഷവാനാണ് എന്നാൽ ദുഃഖമുണ്ട്. അതായത് അപ്പാരൻ്റ്ലി സന്തോഷവാൻ, അതായത് പ്രത്യക്ഷത്തിൽ എന്താണ് അവൻ സന്തോഷവാനാണ്, പക്ഷെ എന്താണ് അവന് ദുഃഖമുണ്ട്. ആ ഒരു രീതി നമ്മൾ പറയില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ അപ്പാരൻ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഓസ്റ്റൻസിബിളി അവൻ സന്തോഷവാനാണ്, അപ്പാരൻ്റ്ലി അവൻ സന്തോഷവാനാണ്, എന്നാൽ എന്താണ് ദുഃഖവുമുണ്ട്. ആ ഒരു മീനിങ്, അതായത് പ്രത്യക്ഷത്തിൽ എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് എന്താ ചോദിച്ചത്? ഓസ്റ്റൻസിബിളി എന്ന് ചോദിച്ചു. അവിടെ ഉത്തരം എന്തായിരുന്നു? അപ്പാരൻ്റ്ലി എന്നായിരുന്നു സിനോണിമായിട്ട് ഉണ്ടായിരുന്നത്. Ostensibly he is happy but he is sad, meaning apparently he is happy എന്നാണ്, പ്രത്യക്ഷത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദ സിനോണിം ഓഫ് ദ വേർഡ് ഷിവർ. ഷിവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷിവർ വിറയ്ക്കുക അല്ല, ഷിവർ. അപ്പോൾ ഇവിടെ നോക്ക്, തണുപ്പുണ്ട്, നമ്മൾ തണുപ്പത്ത് നമ്മൾ ഷിവർ ചെയ്യും, അതായത് ട്രംബിൾ ചെയ്യും. ഇൻ ദ കോൾഡ് വി ഷിവർ, മീനിങ് വി ട്രംബിൾ. ട്രംബിളിൻ്റെ മീനിങ് എന്താണ്? വിറയ്ക്കുക. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ഷിവർ എന്ന് ചോദിച്ചു, ട്രംബിൾ എന്നായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിറയ്ക്കുക എന്നൊരു മീനിങ്ങിലാണ് അത് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സിനോണിം ഓഫ് ക്രെഡിബിൾ. ക്രെഡിബിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിലീവബിൾ എന്നാണ് അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. എന്താണ്? ഈ കഥ ക്രെഡിബിൾ ആണ്, അതായത് ബിലീവബിൾ ആണ്. ദി സ്റ്റോറി ഈസ് ക്രെഡിബിൾ, മീനിങ് ബിലീവബിൾ. ഈ ഒരു സ്റ്റോറി ക്രെഡിബിൾ ആണ്, അതായത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാം? ബിലീവബിൾ എന്ന ഒരു സിനോണിമാണ് ഇവിടെ ക്രെഡിബിൾ എന്നതിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് അമിക്കബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അമിയബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അമിയബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം. ഇത് ഓർത്തിരിക്കണം, പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കൺഫ്യൂസിങ് വേർഡ്സിലൊക്കെ ചോദിക്കാറുണ്ട്. അമിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ലി എന്നാണ്. ഇനി അമിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവബിൾ എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ലവബിൾ. ഇവിടെ നമ്മൾ ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മിയ എന്ന് കണ്ടില്ലേ, അമിയബിൾ. മിയ എന്ന് പറയുന്ന ആക്ടേഴ്സിനോട് നമുക്ക് ലവ് ആണെന്ന് ചിന്തിച്ച് വെച്ചാൽ അമിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലവബിൾ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അമിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രണ്ട്ലി എന്ന് നമുക്ക് ഓർത്തിരിക്കണം. അമിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രണ്ട്ലി ആണ്. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്. അമിയബിൾ എന്ന് പറഞ്ഞാൽ ലവബിൾ ആണ്. അമിയബിൾ എന്ന് പറഞ്ഞാൽ ലവബിൾ ആണെങ്കിൽ അമിക്കബിൾ എന്താണ്? ഫ്രണ്ട്ലി ആണ് നമുക്ക് കിട്ടും. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡും പറയുകയുണ്ടായി. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ് എന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അതിൽ ആ ഇക്വാനിമിറ്റി എന്നതിൻ്റെ മീനിങ് എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇക്വാനിമിറ്റി എന്നാൽ ശാന്തത, അതായത് കാംനെസ്. അപ്പോൾ ശാന്തത എന്നൊരർത്ഥത്തിലാണ് ഇക്വാനിമിറ്റി വരുന്നത്. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ഇക്വാനിമിറ്റി ഓപ്ഷനിൽ എന്തായിരുന്നു? കാംനെസ് എന്നാണ് ഓപ്ഷനിൽ ഉണ്ടായത്. അപ്പോൾ ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാംനെസ് എന്നാണ്, അതായത് ശാന്തത എന്നാണ് അർത്ഥം വരുന്നത്. എന്തൂസിയാസം എത്രയോ തവണ BSc പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്തൂസിയാസം എന്നാൽ തീവ്രമായ താല്പര്യം, അതായത് സീൽ എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ സിനോണിമായിട്ട് ഇവിടെ കൊടുത്തത് എന്താണ്? സീൽ എന്നാണ് സിനോണിമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തൂസിയാസം മീൻസ് ഇൻറ്റൻസ് ഇൻട്രസ്റ്റ് ഓർ സീൽ എന്നാണ്. അതായത് ഉത്സാഹം, താല്പര്യം, ഉന്മേഷം എന്നൊക്കെ ഒരു അർത്ഥമാണ് എന്തൂസിയാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തു, ഇത് ചിൽഡ്രൻ ഷോഡ് ഗ്രേറ്റ് എന്തൂസിയാസം ഫോർ ദ സ്കൂൾ ട്രിപ്പ്. അല്ല, കുട്ടികളുടെ സ്കൂൾ യാത്രയോട് വലിയ ഉത്സാഹം കാണിച്ചു എന്നാണ് എന്തൂസിയാസം എന്നതിൻ്റെ മീനിങ്. അതിൻ്റെ സിനോണിമായിട്ട് പരീക്ഷയ്ക്ക് തന്നെ എന്താണ്? തീക്ഷണത, തീവ്രമായ ഉത്സാഹം, ആവേശം എന്നൊക്കെയാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തു, ഹി അപ്രോച്ച്ഡ് ഹിസ് വർക്ക് വിത്ത് ഗ്രേറ്റ് സീൽ. അവൻ തൻ്റെ ജോലി വളരെ തീക്ഷ്ണയോടുകൂടി ചെയ്തു, അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി ചെയ്തു എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തൂസിയാസം എന്നതിൻ്റെ സിനോണിമാണ് എന്തെന്ന് പറയുന്നത്? സീൽ എന്ന് പറയുന്നത്. എന്തൂസിയാസം എന്നതിൻ്റെ സിനോണിമാണ് എന്ത്? സീൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൂസിയാസം പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ എന്തായിരുന്നു? സീൽ എന്നാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൂസിയാസം അതിൻ്റെ സിനോണിം എന്താണ്? സീൽ, DAL. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മളിവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അടുത്ത പരീക്ഷയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള സിനോണിമാണ് പഠിപ്പിച്ചത്. അത് ഞാൻ പഠിക്കുന്ന ഒരു രീതി ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പരീക്ഷകളിലൊക്കെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ഈ എക്സാമ്പിൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാനായിട്ട് പറ്റും. ആ ഒരു രീതിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത്. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യാം. പക്ഷേ ആ സിനോണിംസ് പഠിക്കുക. ഇപ്പോൾ എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ സീലാണ് എന്നത് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും നന്ദി, നമസ്കാരം.